എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 37 റിവ്യൂ ആണ്. രാവിലത്തെ പാട്ടിനൊക്കെ ശേഷം എല്ലാവരും കൂടെ രേണുവിന് ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ്. അതിനുശേഷം ജിസേൽ പോയിട്ട് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള മസ്താനിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. അവർ തലേ ദിവസം പാത്രങ്ങളൊന്നും കറക്റ്റായിട്ട് കഴുകി വെച്ചിട്ടില്ല. അപ്പോൾ ജിസേൽ മസ്താനിനോട് പോയി പറയുകയാണ്, നിങ്ങൾ എന്താണ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാതിരുന്നത്, അവിടെ നിറച്ച് ഈച്ചയും മുറുമ്പൊക്കെ വന്നിട്ട് ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ വെസൽ ടീമിൽ തന്നെയുള്ള ബിന്നി വന്നിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ ബിന്നീൻ്റെ അടുത്ത് പറയുന്നു, ബിന്നി നിങ്ങൾ ഈ ടീമിൽ ുള്ളതല്ലേ, അപ്പോൾ ഇത് തലേ ദിവസം തന്നെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ബിന്നി പറയുന്നു, അതിനകത്തുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം ഈ വാഷ് ബേസിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കേണ്ടിയിരുന്നത് കിച്ചൺ ടീമിൻ്റെ ഡ്യൂട്ടിയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നതെന്ന് തിരിച്ച് ജിസേലിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ജിസേൽ പിന്നെ ബിന്നീൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഈ കപ്പുകളും നിങ്ങൾ കഴുകില്ലേന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, പുതിയ ക്യാപ്റ്റൻ വന്നതിന് ശേഷം ഈ നെവിൻ പുതിയ ക്യാപ്റ്റൻ ആയതിനു ശേഷം പറഞ്ഞിരുന്നതല്ലേ അവരവർ കുടിച്ചിട്ടുള്ള കപ്പുകൾ അവരവർ തന്നെ കഴുകി വെക്കണമെന്നുള്ളത്, അതുകൊണ്ട് കപ്പുകൾ കഴുകില്ല എന്ന് പറയുന്നു. അപ്പോൾ ജിസേൽ പറയുന്നു, ഞാനിപ്പോൾ ചായ ഉണ്ടാക്കി, എനിക്ക് എല്ലാവർക്കും ചായ സെർവ് ചെയ്ത് കൊടുക്കണം, അതുകൊണ്ട് കപ്പുകൾ ആദ്യം കഴുകി തരാൻ പറയുന്നു. അപ്പോൾ ബിന്നി ജിസേലിൻ്റെ അടുത്ത് പറയുകയാണ്, കപ്പുകൾ സ്വയം കഴുകാൻ കഴിയാത്ത ആൾക്കാർ ചായയും കുടിക്കണ്ട, നീ ഇങ്ങനെ പിള്ളേരെ നോക്കുന്നത് പോലെ പുറകെ നടന്ന് ആരെയും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ഇവിടെ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കാൻ വന്നതാണ് എന്ന് ജിസേലിനോട് ബിന്നി പറയുന്നു. അതിനുശേഷം നൂറയും ആദിലയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നൂറയ്ക്ക് ഈ കിരീടം ടാസ്കിൽ വിജയിച്ചത് കൊണ്ട് ഡയറക്റ്റ് ഒരാളെ നോമിനേഷനിലിടാം, അത് ആരെ ഇടണമെന്നുള്ളത് ആദിലയും നൂറയും കൂടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഇവർ രണ്ട് മത്സരാർത്ഥികളായിട്ടാണ് ഇനി മുതൽ മത്സരിക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇവർ പല കാര്യത്തിലും ഒരുമിച്ചിരുന്ന് തീരുമാനം എടുത്തിട്ടാണ് ഗെയിം കളിക്കുന്നത്. അത് ഓൾറെഡി ഇപ്പം തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മുന്നോട്ട് പോകും തോറും അത് കൂടുതൽ പ്രശ്നമാവാനാണ് സാധ്യത. കാരണം മറ്റുള്ളവർ ഗ്രൂപ്പ് കളിക്കുകയും ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനെതിരെ ഇവർ സംസാരിക്കുകയും എന്നിട്ട് ഇവർ തന്നെ അതേ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരും ഇവരെ ചോദ്യം ചെയ്യും. ഏതായാലും ആരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഷാനവാസും ആദിലെ നൂറയും ബിന്നിയൊക്കെ ഇരിക്കുന്നിടത്തേക്ക് അനീഷ് വരികയാണ്. അപ്പോൾ അനീഷിനെ സുപ്രൂട്ടൻ എന്ന് ഷാനവാസും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം വിളിച്ചത് ആദിലെ നൂറയാണ്. ഈ സുപ്രഭാതം എന്ന് പറയുന്നതിനകത്തുനിന്ന് അനീഷ് സുപ്രഭാതം എന്നാണല്ലോ എപ്പോഴും പറയുക. അപ്പോൾ അതിനകത്തുനിന്ന് ആദിലെ എടുത്ത പേരാണ് സുപ്രൂട്ടൻ എന്നുള്ളത്. അപ്പോൾ ഷാനവാസും സുപ്രൂട്ടൻ എന്ന് വിളിച്ച സമയത്ത് അനീഷ് പറയുകയാണ്, എന്നെ അങ്ങനെ വിളിക്കരുത് ഷാനവാസെ, നീ ഇവരുടെ കൂടെ കൂടിയിട്ട് മോശമാവരുത് എന്ന്, എൻ്റെ കൺസേൺ ഇല്ലാതെ എന്നെ അങ്ങനെ വിളിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് അനീഷ് പറയുന്ന സമയത്ത് നൂറ പറയുന്നു, അനീഷ് ഏട്ടൻ എല്ലാവരെയും മരക്കഴുതയെന്നും പിന്നെ കഴുതയെന്നും ഒക്കെ വിളിക്കാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വിളിക്കാമെങ്കിൽ ഞങ്ങൾക്കും വിളിക്കാമെന്ന്. അപ്പോൾ അനീഷ് പറയുന്നു, ഞാൻ എൻ്റെ വാക്കുകൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ഇത്തരത്തിൽ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് തിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എനിക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബിന്നി ചോദിക്കുന്നു, എന്ത് തെറ്റാണ് പറ്റിയിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇത്തരം മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്, അത് തിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മാപ്പ് പറയുമോ എന്ന് ബിന്നി ചോദിക്കുന്ന സമയത്ത് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് ആ സാഹചര്യത്തിൽ വിളിച്ചത് ശരിയായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് മാപ്പൊന്നും പറയില്ല എന്ന് അനീഷ് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈ അക്ബറും ജിസേലും കൂടെ നിന്നിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ജിസേൽ രാവിലെ ഈ ബിന്നി പറഞ്ഞല്ലോ കപ്പുകളൊന്നും കഴുകാൻ പറ്റില്ല എന്നുള്ളത്, അപ്പോൾ അതിനെ പറ്റിയിട്ട് അക്ബറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അക്ബർ പറയുന്നു, ഒന്നെങ്കിൽ എന്ത് വന്നാലും വെസൽ ടീം തന്നെ ഈ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണമെന്നുള്ള നിയമം കൊണ്ടുവരണം, അതല്ലാതെ ഈ കപ്പുകൾ കഴുകാത്തതിന് അവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം ഞാൻ രാവിലെ പോയി എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ സേമിയൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുന്നൊരവസ്ഥയായിരുന്നു, പെട്ടെന്നൊന്നും അത് കഴുകിയെടുക്കാനും പറ്റില്ല എന്നുള്ളത്. എന്തൊരു മോശം അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അവരവർ കഴിച്ച പാത്രം അല്ലെങ്കിൽ കുടിച്ച കപ്പ് പോലും കഴുകി വെക്കണം എന്നുള്ള ബോധമില്ലാത്ത, അങ്ങനെ മിനിമം മര്യാദ പോലും ഇല്ലാത്ത ആൾക്കാരാണ് എന്നുള്ളതാണ്. ഏതായാലും അതിനുശേഷം ജിസേൽ പിന്നെ അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തിൻ്റെ പാത്രം പോലും ഇന്നാണ് അവർ കഴുകി വയ്ക്കുന്നതെന്നുള്ളത്. അത് അങ്ങനെയല്ല എന്നുള്ളത് ലൈവിൽ കാണിച്ചിരുന്നു കേട്ടോ. കാരണം ഈ സാബുമാനും വെസൽ ടീമിലുള്ളതാണ്. അപ്പോൾ ഇതേ വിഷയം സാബുമാൻ്റെ അടുത്ത് അക്ബർ സംസാരിക്കുന്ന സമയത്ത് സാബുമാൻ പറയുന്നുണ്ട്, അത് അങ്ങനെയല്ല, ഞങ്ങൾ മിനിഞ്ഞാന്ന് തന്നെ കഴുകി വെച്ചിരുന്നതാണ് ആ പാത്രം, പക്ഷെ അതിനുശേഷം നെവിനോ ആരെങ്കിലോ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എടുത്ത സമയത്ത് രാത്രി വല്ലതും ചപ്പാത്തി ഉണ്ടാക്കാൻ എടുത്ത സമയത്ത് അവർ കഴുകാതെ വെച്ചിട്ടുള്ളതായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അത് എപ്പിസോഡിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഈ മിനിഞ്ഞാന്നത്തെ പാത്രവും ഇന്നാണ് കഴുകിയെന്നുള്ളത് ജിസേൽ പറഞ്ഞത് ബിന്നീൻ്റെ അടുത്ത് വന്ന് ചോദ്യം ചെയ്യാനായിട്ട് വരികയാണ് അക്ബർ. അപ്പോൾ ബിന്നിയോട് ചോദിക്കുന്നു, പിന്നെ മിനിഞ്ഞാന്നത്തെ പാത്രം പോലും നിങ്ങൾ ഇന്നാണോ കഴുകി വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ബിന്നി പറയുന്നു, അത് മസ്താനിയൊക്കെ അന്ന് തന്നെ കഴുകി വെച്ചു എന്നുള്ളതാണ് പറഞ്ഞത്, അതിനുശേഷം എന്താ സംഭവിച്ചതെന്നുള്ളത് അറിയില്ല എന്ന് ബിന്നി പറയുന്നു. അതേപോലെ ഈ രാവിലെ ഈ കപ്പ് കഴുകാത്ത ഈ ഇഷ്യൂ വന്ന സമയത്ത് ബിന്നി ജിസേലിനെ പറ്റി പറഞ്ഞിരുന്നു, ജിസേലിന് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ചായ ഉണ്ടാക്കി കൊടുക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബിന്നി പറഞ്ഞതിനെതിരെയും അക്ബർ ബിന്നിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ബിന്നി പറയുന്നു,
ജിസേൽ ആകെ 10 പേർക്കുള്ള ചായ ഉണ്ടാക്കിയുള്ളൂ, 10 പേർക്കുള്ള കപ്പുമാണ് കഴുകിത്തരാനാണ് ബിന്നീൻ്റെ അടുത്ത് പറഞ്ഞതെന്ന്. അപ്പോൾ 10 പേർക്കുള്ള ചായ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ആ പാത്രം അവിടെ വെച്ചിട്ട് ജിസേൽ പോയി ബാക്കി ആർക്കും ചായ ഉണ്ടാക്കിയില്ല. അപ്പോൾ ബിന്നിയും മസ്താനിയും കൂടെ അവിടെ നിന്ന് കംപ്ലയിൻറ്റ് ചെയ്തു, ഇതെന്താ ബാക്കിയുള്ളവർക്ക് ആർക്കും ചായ ഇല്ല, ഈ 10 പേർക്ക് മാത്രമേ ചായ ഉള്ളൂ എന്ന് ചോദിച്ച സമയത്ത് റെന അത് കേട്ടോണ്ട് വന്നിട്ട് ബിന്നിക്ക് ചായ വേണോ മസ്താനിക്ക് ചായ വേണോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് റെന ഈ ചായ ഇട്ട് കൊടുക്കുന്നതെന്ന്. അപ്പോൾ റെന അവിടെ നിന്ന് അതിനിടയ്ക്ക് ഈ ജിസേലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഏതായാലും ചായ കിട്ടിയില്ല പിന്നെ എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ചായ കിട്ടിയത് ഞാൻ അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തതിന് ശേഷമാണെന്ന് ബിന്നി പറയുന്നു. അപ്പോൾ റെന പറയുന്നു, നിങ്ങൾ കംപ്ലയിൻറ്റ് കേട്ടതിന് ശേഷമൊന്നുമല്ല, എനിക്ക് സ്വയം തോന്നിയിട്ടാണെന്ന്. അപ്പോൾ ലൈവിൽ ഇത് പറഞ്ഞിരുന്നു. റെനയ്ക്ക് തോന്നാൻ കാരണം ബിന്നിയും മസ്താനിയും കൂടെ അവിടെ നിന്നിട്ട് ഇതുപോലെ കംപ്ലയിൻറ്റ് പറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അതിനെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ബറും ബിന്നിയും റെനയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റെനേൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അക്ബറിനെ ന്യായീകരിക്കുക അല്ലെങ്കിൽ ജിസേലിനെ ന്യായീകരിക്കുക എന്നുള്ളതാണ്. അതാണ് റെനേൻ്റെ ഇപ്പോഴത്തെ ഗെയിം. ഏതായാലും അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും ഈ സുപ്രൂട്ടൻ വിളി. അനീഷിനെ ആദിലെ നൂറേയും കൂടി ഇരുന്നിട്ട് സുപ്രൂട്ടൻ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അനീഷ് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾ 2 സ്ത്രീകളാണെന്ന് കരുതി ഞാൻ പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഇത്തരത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ കൺസേൺ ഇല്ലാതെ എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഷാനവാസ് ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ എന്നെ മരക്കഴുതയെന്നും കഴുതയെന്നൊക്കെ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്നെ നൂറേയും അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവരെയും വിളിക്കാമെങ്കിൽ ഞങ്ങൾക്കും എല്ലാവരെയും വിളിക്കാമെന്നും പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങളെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നൂറയും ആദിലയും അനീഷും ഷാനവാസും ഒക്കെ കൂടെ അവിടെ നിന്നിട്ട് ആകെ കൂടെ ബഹളം. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ 1 or 2 തവണയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫണ്ണായിട്ട് തന്നെ എടുക്കാം. പക്ഷേ ഇത് രാവിലെ തൊട്ട് അവർ ആവർത്തിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരുതരം അരോചകമായിട്ടാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് കാണിക്കുന്നത് നോമിനേഷനാണ്. ഈ ആഴ്ചത്തെ ക്യാപ്റ്റന് നോമിനേഷൻ മുക്തി ഇല്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിരീടം ടാസ്കിൽ വിജയിച്ചിട്ടുള്ള നൂറയ്ക്കും തുടർക്കഥ ടാസ്കിൽ വിജയിച്ചിട്ടുള്ള ജിഷിനും ഈ ആഴ്ച നോമിനേഷൻ മുക്തിയുണ്ട്. അവരെ ആർക്കും നോമിനേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഈ തുടർക്കഥ ടാസ്കിൽ പരാജയപ്പെട്ടിട്ടുള്ള വൈൽഡ് കാർഡ് മത്സരാർത്ഥികളായിട്ടുള്ള പ്രവീൺ, ലക്ഷ്മി, മസ്താനി, സാബുമാൻ ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഈ പണിപ്പുര ടാസ്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണീൻ്റെ ഭാഗമായിട്ട് അനീഷിനും വേറെ ആരെയും ഈ സീസൺ തീരുന്നത് വരെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നോമിനേഷൻ തുടങ്ങുകയാണ്. ഈ കിരീടം ടാസ്കിൽ വിജയിച്ചിട്ടുള്ള നൂറയ്ക്ക് ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേഷനിലിടാം. അപ്പോൾ നൂറ ആര്യനെയാണ് തിരഞ്ഞെടുക്കുന്നത്. റീസൺ പറയുന്നത് ആര്യൻ ജിസേലിൻ്റെ ഷാഡോ ആയിട്ടാണ് നിൽക്കുന്നത്. ജിസേലിന് വേണ്ടിയിട്ട് പലപ്പോഴും സംസാരിക്കുന്നത് ആര്യനാണ് എന്നുള്ളതാണ്. അപ്പോൾ ആര്യനെ നോമിനേഷനിൽ ഇട്ടതിനെ പറ്റിയിട്ട് ആര്യനും നൂറയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൂറ ഇങ്ങനെ ഓരോ റീസൺസ് ആയിട്ട് പറയുകയാണ്. ലാലേട്ടൻ പറയുന്ന കാര്യങ്ങൾ പോലും നീ സീരിയസ് ആയിട്ട് എടുത്ത് കാണുന്നില്ല, അതിനെ വളരെ തമാശയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ശൈത്യ സ്റ്റോറി പറയുന്ന സമയത്ത് നീ ഇരുന്ന് ചിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ റീസൺസ് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആരും ചോദിക്കുന്നു, ഞാൻ നിന്നോട് അതിനൊന്നും സംസാരിച്ചില്ലല്ലോ എന്നെ നോമിനേഷനിൽ ഇട്ടതിൻ്റെ പറ്റി, ഞാൻ ആദിലേൻ്റെ അടുത്തല്ലേ സംസാരിച്ചത്, ആദിലേൻ്റെ അടുത്ത് സംസാരിക്കുന്നതിന് നീ എന്തിനാ മറുപടി പറയുന്നതെന്നുള്ളത് നൂറേൻ്റെ അടുത്ത് പിന്നെ ആര്യൻ ചോദിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ട് വന്നിട്ട് കൺഫെഷൻ റൂമിൽ വന്ന് നോമിനേറ്റ് ചെയ്യുകയാണ്. ആദ്യം പ്രവീൺ വരുന്നു. പ്രവീൺ ബിന്നീനെയും റെനേനെയും നോമിനേറ്റ് ചെയ്യുന്നു. ആദില വരുന്നു. അഭിലാഷിനെയും ബിന്നീനെയും നോമിനേറ്റ് ചെയ്യുന്നു. ലക്ഷ്മി റെനേനെയും ആദിലേനെയും നോമിനേറ്റ് ചെയ്യുന്നു. അക്ബർ വന്നിട്ട് അനുമോളെയും അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ബിന്നി നെവിനെയും ആദിലേനെയും നോമിനേറ്റ് ചെയ്യുന്നു. മസ്താനി റെനേനെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്യുന്നു. ആര്യൻ വന്നിട്ട് അനുമോളെയും ആദിലേനെയും നോമിനേറ്റ് ചെയ്യുന്നു. ഒണീൽ വന്നിട്ട് ബിന്നീനെയും ആദിലേനെയും നോമിനേറ്റ് ചെയ്യുന്നു. സാബുമാൻ വന്നിട്ട് ഷാനവാസിനെയും അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. റെന അഭിലാഷിനെയും അനുമോളെയും. ജിഷിൻ വന്നിട്ട് ബിന്നീനെയും റെനേനെയും. ഷാനവാസ് നെവിനെയും അനുമോളിനെയും. അനുമോൾ വന്നിട്ട് അക്ബറിനെയും ആദിലേനെയും നോമിനേറ്റ് ചെയ്യുന്നു. അഭിലാഷ് വന്നിട്ട് ആദിലേനെയും ബിന്നീനെയും നോമിനേറ്റ് ചെയ്യുന്നു. ജിസേൽ അഭിലാഷിനെയും ആദിലേനെയും. നെവിൻ, അഭിലാഷ്, അക്ബർ. അപ്പോൾ ഇവരുടെയൊക്കെ നോമിനേഷൻ കഴിഞ്ഞ സമയത്ത് അനീഷിന് ഈ സീസൺ തീരുന്നത് വരെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അനീഷ് എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നു, ബിഗ് ബോസിൻ്റെ ആ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു, പക്ഷേ എനിക്ക് പറയാനുള്ള അഭിപ്രായം ഇവരെത്ര ചതിയിലൂടെ എന്നെ ഇങ്ങനെ ചെയ്താലും ഞാൻ ആ അഭിപ്രായം പറയും. അതുകൊണ്ട് ഞാൻ ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അമ്പയെ പരാജയപ്പെട്ട നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു. രണ്ടാമത് അനുമോളെ. ഈ ജിസേലിൻ്റെയും ആര്യൻ്റെയും കാര്യത്തിൽ അനുമോൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള കാരണത്താൽ അനുമോളെയും നോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അനീഷ് ഇത്തരത്തിൽ നോമിനേറ്റ് ചെയ്തതിനെതിരെ ജിഷിൻ ഈ റൂൾ ബുക്കൊക്കെ പിടിച്ച് നിന്നിട്ട് വന്ന് പറയുന്നുണ്ട്, റൂള് ബ്രേക്ക് ചെയ്തു, ഇങ്ങനെ നോമിനേഷൻ ഡിസ്കസ് ചെയ്യാൻ പാടില്ല, സംവാദം നടത്താൻ പാടില്ല, അത് അനീഷ് ബ്രേക്ക് ചെയ്തു എന്നൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട്. അവിടെ ഡിസ്കസ് ചെയ്തിട്ടോ സംവാദം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അനീഷിന് പറയാനുള്ള 2 പേര് അനീഷ് അവിടെ വന്നത് നോമിനേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും കൂടെ അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, അനീഷിൻ്റെ നോമിനേഷൻ പരിഗണിക്കുന്നതല്ല എന്ന്. അപ്പോൾ അനീഷ് പറയുന്നു, പരിഗണിച്ചില്ലെങ്കിലും
സാരമില്ല ബിഗ് ബോസ്, എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ വന്നതെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ഏതായാലും ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുള്ള ആൾക്കാർ നൂറ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആര്യൻ, അതേപോലെ തുടർക്കഥ ടാസ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുള്ള പ്രവീൺ, മസ്താനി, ലക്ഷ്മി, സാബുമോൻ 2 വോട്ടുകൾ വീതം നേടിയിട്ട് അക്ബറും നെവിന്, അനീഷ് 4 വോട്ടുകൾ, അഭിലാഷ്, അനുമോള്, റെന ഫാത്തിമ 5 വോട്ടുകൾ, ബിന്നി 7 വോട്ടുകളുമായിട്ട് ആദില. ഇത്രയും പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിലുള്ളത്. പിന്നീട് കാണിക്കുന്നത് ഈ ലക്ഷ്മിയുടെ പാൻസ് ആര്യൻ അന്ന് വലിച്ചെറിഞ്ഞിരുന്നല്ലോ മേളിലേക്ക്. അപ്പോൾ ആര്യൻ അത് എടുത്തു കൊടുക്കുന്നതായിട്ടാണ്. അതിനുശേഷം റീഗൽ ജുവലേഴ്സിൻ്റെ ഈ കോയിൻ ബോക്സ് അത് തുറന്നിട്ട് ഈ ബിന്നിയും അഭിലാഷും നൂറയും ഈ ടാസ്കുകളിൽ ജയിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഓരോ കോയിൻസ് വീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റീഗൽ ജുവലേഴ്സിൻ്റെ ഇവർക്ക് ഓരോരുത്തർക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോ കോയിൻ ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൽ കൊണ്ടുവന്ന് ഇടാനായിട്ട് പറയുന്നു. പിന്നീട് ഈ നൂറയും ആദിലയും കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ നൂറ പറയുന്നത് റെന ഇവരെ കളിയാക്കി സംസാരിക്കുന്നു. അത് കാരണം വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു വിഷസ് വരുന്ന സമയത്ത് ഒരു ചേച്ചി മാത്രമാണ് വരുന്നത്, വീട്ടുകാരും ആദിലേൻ്റെയും നൂറേൻ്റെയും വീട്ടുകാരും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് റെന ഇവരെ കളിയാക്കി എന്നുള്ളതാണ് നൂറ പറയുന്നത്. റെന പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. റെന വായി തോന്നിയത് വിളിച്ചു പറയുന്നതായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തിനാണ് അത്തരത്തിലൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഏതായാലും നൂറ പറയുന്നത് ഈ നമുക്കിവിടെ നിൽക്കണം, ഇങ്ങനെ പറയുന്നവരുടെ മുന്നിൽ ഇവിടെ നിന്ന് തന്നെ കാണിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ഫാമിലി വീക്ക് കഴിയുന്നത് വരെയെങ്കിലും ഇവിടെ നിൽക്കണം, അവരുടെ അനിയത്തിമാർ ഇവിടെ വരണം എന്നൊക്കെ ഉള്ളതാണ് അവരുടെ ആഗ്രഹം എന്നുള്ളത് നൂറയും ആദിലയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. പിന്നീട് ക്യാപ്റ്റൻസി ടാസ്ക്കാണ് കാണിക്കുന്നത്. 4 നിരകളിലായിട്ട് പല നിറങ്ങളിലുള്ള ബോളുകൾ ഉണ്ടാവും. അത് വേർതിരിച്ചിട്ട് 4 നിരകളിലും ഒരേ നിറത്തിലുള്ള ബോളുകളാക്കുക എന്നുള്ളതാണ് ടാസ്ക്. അതേപോലെ നടുക്കുള്ള ഈ മഞ്ഞ നിരയിൽ അവസാനമാകുമ്പോഴത്തേക്കിനും ആ മഞ്ഞ നിര ഒഴിച്ചിടണം. അതേപോലെ ഒരു സമയത്ത് ഒരു ബോൾ മാത്രമേ, ഏറ്റവും മുകളിലുള്ള ഒരു ബോൾ മാത്രമേ മറ്റുള്ള നിരകളിലേക്ക് മാറ്റാനും പാടുള്ളൂ എന്നുള്ളതാണ് ടാസ്ക്. അപ്പം അഭിലാഷാണ് ആ ടാസ്കിൽ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ അഭിലാഷാണ്. അഭിലാഷിൻ്റെ അടുത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് പുതിയ ക്യാപ്റ്റൻ അധികാരം ഏറ്റെടുത്ത് ടീമുകളെ ഡിവൈഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതൊരു 1.5 ചടങ്ങായിരുന്നു. അഭിലാഷ് ഏതായാലും ടീമുകളെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ കിച്ചൺ ടീമിൽ ജിഷിൻ, പ്രവീൺ, ബിന്നി, അക്ബർ, ആര്യൻ. അപ്പം കിച്ചൺ ടീമിനെ ആദ്യം തന്നെ സെലക്ട് ചെയ്ത് മാറ്റി. പിന്നീട് വെസൽ ടീമിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ലക്ഷ്മിനെയും അനീഷിനെ ആദ്യം തന്നെ വെസൽ ടീമിലേക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ റെനേനെ വിളിക്കുന്ന സമയത്ത് റെന പറയുന്നു ഞാൻ കുറേ തവണ വെസൽ ടീമിൽ നിന്നിട്ടുള്ളതാണ്, ഞാൻ ബാത്റൂമിലാണ് ഇതുവരെ നിൽക്കാത്തത്, അതുകൊണ്ട് ഇനി ബാത്റൂം ടീമിലേക്ക് എന്നെ ഇട്ടാൽ മതി എന്ന് പറയുന്നു. ആര്യനോട് പറയുന്ന സമയത്ത് ആര്യൻ പറയുന്നു ഞാൻ കിച്ചൺ ടീമിൽ തന്നെ നിന്നോളാം, വെസൽ ടീമിൽ ഞാൻ നേരത്തെ നിന്നിട്ടുള്ളതാണ്, അനുമോൾ ഇതുവരെ വെസൽ ടീമിൽ നിന്നിട്ടില്ല, അതുകൊണ്ട് അനുമോളെ പിടിച്ചിട്ട് വെസൽ ടീമിൽ ഇടാൻ പറയുന്നു. അപ്പോൾ അനുമോളോട് ചോദിക്കുമ്പോൾ പറയുന്നു ഞാൻ കിച്ചൺ ടീമിൽ നിന്നിട്ടുള്ളപ്പോൾ തന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകിയിട്ടുള്ളതാണ്, ജിസേലാണ് നിൽക്കാത്തത്, ജിസേലിനെ പിടിച്ചിടാൻ പറയുന്നു. അപ്പോൾ ജിസേൽ പറയുന്നു ആദ്യത്തെ 2ാമത്തെ ആഴ്ചയിൽ ഞാനാണ് വെസൽ ടീമിൽ നിന്നിട്ടുള്ളതെന്ന് പറയുന്നു. അവസാനം ജിസേലിനെ തന്നെ അഭിലാഷ് വിളിക്കുന്നു. അപ്പോൾ ജിസേൽ പറയുന്നു എനിക്ക് സന്തോഷമേ ഉള്ളൂ, എനിക്കിഷ്ടമാണ് പാത്രം കഴുകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ അവിടെ പോയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് അനീഷിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് ജിസേലിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജിസേൽ പറയും ഇതെന്താണ് എപ്പോഴും അനീഷിനെ തന്നെ, ഒന്നെങ്കിൽ അനീഷ് അല്ലെങ്കിൽ ഷാനവാസ് ഇവരെ പോലുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ എപ്പോഴും ക്യാപ്റ്റൻ ആക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ജിസേൽ ഒരു ചെറിയൊരു വഴക്ക് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലോർ ടീമിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അഭിലാഷ് റെനേൻ്റെ അടുത്ത് പറയുന്നു ഫ്ലോർ ടീമിലേക്ക് വരണം, കാരണം അവിടെ ഷാനവാസ് ഫ്ലോർ ടീമിലുണ്ട്, ഷാനവാസിൻ്റെ കൈ വയ്യായിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ അവിടെ 3 പേരേ ഉള്ളൂ, അതുകൊണ്ട് റെനയും കൂടെ അവിടെ വരണമെന്ന് പറയുന്നു. അപ്പോൾ റെന പറയുന്നു റെനയ്ക്ക് ബാത്റൂം ടീമിൽ തന്നെ നിന്നാൽ മതി, ഫ്ലോർ ടീമിലേക്ക് വരില്ല എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസിൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് പറ്റില്ല എന്നുള്ളത് ജിസേൽ കേട്ട സമയത്ത് ജിസേൽ വന്നിട്ട് പറയുന്നു എൻ്റെ കൈയും മുറിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ എനിക്കും വെസൽ ടീമിൽ നിൽക്കാൻ പറ്റില്ല, അത് ഞാൻ പറയാൻ മറന്നുപോയതാണെന്ന്. അഭിലാഷ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തന്നെയല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് പാത്രം കഴുകാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്, അത് അപ്പം പറയണമായിരുന്നു, ഇപ്പം ഇത് മാറ്റി പറയണോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ കിടന്നൊരു വഴക്ക്. അവസാനം ജിസേലിൻ്റെ ബാത്റൂം ടീമിലേക്ക് ഇട്ടു. അപ്പോൾ അനുമോൾ അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട് പാത്രം കഴുകാൻ പറ്റാത്ത ആൾക്കാരെങ്ങനെ ബാത്റൂമിൽ പോയിട്ട് കഴുകുമെന്ന് ചോദിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു വിധത്തിൽ കുറേ വഴക്കിനും വയ്യാവേലിക്കും ഒക്കെ ശേഷം ടീം ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. കിച്ചൺ ടീമിൽ ജിഷിൻ, പ്രവീണ്, ബിന്നി, അക്ബർ, ആര്യൻ. വെസൽ ടീമിൽ അനീഷ്, ആദില, ലക്ഷ്മി, അനുമോള്. ഫ്ലോർ ടീമിൽ നൂറ, റെന, മസ്താനി, സാബുമാൻ, ഷാനവാസ്. ബാത്റൂമിൽ നെവിൻ, ഒണീൽ, ജിസേൽ, അഭിലാഷ്. പിന്നീട് കാണിക്കുന്നത് മസ്താനി നെവിനും കൂടെ വന്നിട്ട് സംസാരിക്കുന്നതാണ്. അപ്പം നെവിൻ പറയുന്നു എൻ്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് അറിയാനായിട്ട് ഇവിടെ പലർക്കും ആഗ്രഹമുണ്ട്, പലരും എന്നോട് അത് ചോദിച്ചു, പക്ഷേ എനിക്കത് പറയാനായിട്ട് താല്പര്യമില്ല എന്ന്. അപ്പോൾ മസ്താനി പറയുന്നു താല്പര്യമില്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നീട് നെവിൻ ഈ കിച്ചണിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചായ ഇട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ജിഷിൻ നെവിനെ വഴക്ക് പറയുകയാണ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ ഇട്ട് കുടിക്കുന്ന സമയത്ത് നീ ഇത്രയും പഞ്ചസാര എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട്
നെവിനെ നേരെ വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പം നെവിൻ തിരിച്ചും അതേപോലെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൂറ കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് നൂറേൻ്റെയും ആദിലേൻ്റെയും അനിയത്തിമാരെ നൂറ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നു. അപ്പം ആദിൽ അത് ഇങ്ങനെ ഒളിച്ചു വന്നിട്ട് ഇങ്ങനെ കേൾക്കുന്നു. പിന്നെ നൂറേൻ്റെ അടുത്തേക്ക് വരുന്നു. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം അനുമോള് പ്രവീണിൻ്റെ കൈ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ കാര്യം പറയുകയാണ്. ഈ പ്രവീണും അനുമോളും തമ്മിലൊരു കോംബോ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതിന് കൂടുതൽ വ്യക്തത വരുമെന്ന് വിചാരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അനീഷിൻ്റെ കട്ടിലേൽ അനീഷിൻ്റെ പേരെഴുതിയിരിക്കുന്ന സ്റ്റിക്കർ കാണാനായിട്ടില്ല. അനീഷ് പറയുന്നത് അതിനോട് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു, അത് കണ്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നതും ഉറങ്ങാൻ കിടക്കുന്നതൊക്കെ എന്ന് പറയുന്നു. അപ്പോൾ അനുമോൾ അതിനെതിരെ ചോദ്യം ചെയ്യാൻ വരികയാണ്. സ്റ്റിക്കർ ഇല്ലെങ്കിൽ പിന്നെ അനീഷേട്ടന് ഉണരാൻ പറ്റില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് അനീഷ് തിരിച്ചു ചോദിക്കുന്നു, നിനക്ക് ഈ പാവ ഇല്ലെങ്കിൽ അനുമോൾക്ക് ഉണരാൻ പറ്റില്ല, അതും എപ്പോഴും പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ആ കട്ടിലേൽ ക്യൂടെക്സ് കൊണ്ടൊക്കെ അനീഷ് എന്നുള്ള പേരൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്. മനുഷ്യനെ പറ്റി എന്ത് പറയാനാണ്. അത് ആരെടുത്ത് കളഞ്ഞാലും അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം അനീഷ് ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം. ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.